എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇടിയപ്പം. ഇപ്പോൾ പക്ഷേ എനിക്ക് ചിരി വരും അത് ആലോചിക്കുമ്പോൾ. കുറച്ച് പേർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അമ്മ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്ത് ടഫാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ അല്ലിമോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതുകൊണ്ട് എനിക്കിത് ഉണ്ടാക്കാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ കൂടെ നിന്ന് ഇത് കണ്ട് പഠിച്ചിട്ടാണ് കേട്ടോ. ഈ ഇടയ്ക്കാണ് ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ. പക്ഷേ ഇപ്പോൾ എനിക്കത് വെറും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നേരത്തെയൊക്കെ ലേറ്റ് ആകുമ്പോൾ ഞാൻ അല്ലിമോളെ സ്കൂളിൽ വണ്ടിക്കാണ് കൊണ്ടാക്കാറ്. പക്ഷെ ഇപ്പോൾ അവൾക്കത് ഇഷ്ടമല്ല. അവൾക്കിങ്ങനെ റോട്ടിലൂടെ നടന്ന് പതിയെ കഥകളൊക്കെ പറഞ്ഞ് ഓരോ കാഴ്ചകളൊക്കെ കണ്ടുപോകാനാണ് കേട്ടോ ഇഷ്ടം. ഞാനും അത് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ പലപ്പോഴും. അങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ ഓഫീസിലോട്ട് പോകാൻ കേട്ടോ. ഓഫീസിൽ കയറുന്നതിന് മുന്നേ ഞാൻ ആദ്യം അമ്പലത്തിലോട്ടാണ് കേട്ടോ പോയത്. ഒരുപാട് നാളെ അമ്പലത്തിലൊക്കെ പോയിട്ട് സമയം അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നാൽ പിന്നെ അമ്പലത്തിലൊക്കെ കയറി ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓഫീസിൽ കയറാമെന്ന് വിചാരിച്ചു. ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടോ. അത് കഴിഞ്ഞ് നേരെ കോടതിയിലോട്ട് പോവുകയാണ്. രാവിലെ ഒരു 11 മണി തൊട്ട് ഒരു 12:30 1 മണി വരെ വക്കീലന്മാർക്ക് നല്ല തിരക്കിട്ട പണിയായിരിക്കും കേട്ടോ. അത് കഴിയുമ്പോഴാണ് ഞങ്ങളൊന്ന് ഓക്കെ ആവുന്നത്. പിന്നെ എടുത്തു വെച്ച മാറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വൈകിട്ട് വരെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇന്നത്തെ കേസൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് മുദ്രപത്രവും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കോടതിയുടെ തൊട്ട് സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റാമ്പ് വെൻഡറിൻ്റെ ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ മുദ്രപത്രമൊക്കെ വാങ്ങുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങി ഓഫീസിലെത്തി. കുറച്ച് വർക്കും കൂടി ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ ഷിഗല്ല വൈറസ് സ്പ്രെഡ് ആവുന്നതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഞങ്ങൾക്ക് നല്ല പേടിയാണ് കേട്ടോ. അങ്ങനെ ഈവനിങ് DTDC പോയിട്ട് കുറച്ച് കൊറിയറൊക്കെ അയക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ സുഡിയോയിലാണ് കേട്ടോ പോയത്. അല്ലെങ്കിൽ മോൾക്ക് സ്കൂൾ തുറക്കുന്ന ടൈം ആയതുകൊണ്ട് അവൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. സുഡിയോന്നാകുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ടീഷർട്ട്സ് നല്ല കളേഴ്സിലൊക്കെ കിട്ടിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോത്തീസിലോട്ടാണ് കേട്ടോ പോയത്. കുറച്ച് പർച്ചേസിങ് അവിടെ നിന്നും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്തവണത്തെ സ്കൂൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.